ഹായ് ആൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അതായത് RRB CMAയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ വരികയാണ്. അതായത് ഈ മാസം 30-ാം തീയതി തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരും. അതായത് റെയിൽവേയുടെ JEEയുടെ നോട്ടിഫിക്കേഷൻ ഒപ്പം തന്നെയാണ് ഈ ഒരു CMAയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. എന്താണ് JEEയിൽ നിന്ന് CMAയിലേക്കുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഈ CMAയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും അവർക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും ബിരുദമുള്ളവരായിരിക്കണം. മാത്രമല്ല അവർക്ക് 45% കുറയാത്ത മാർക്കും ഈ രണ്ട് പേപ്പറിലും ഉണ്ടായിരിക്കണം. അതായത് ഡിഗ്രിക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും നിങ്ങൾക്ക് ഡിഗ്രി ഉള്ളവരും ഈ ഡിഗ്രിയുടെ മാർക്ക് ടോട്ടൽ 45% കുറയാത്ത മാർക്കുള്ളവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അതായത് നിങ്ങൾ ഡിഗ്രി പാസ്സായിട്ട് നിങ്ങൾക്ക് ടോട്ടലായിട്ട്, അതായത് ഫിസിക്സിന്റെ ഡിഗ്രിയോ BSc ഫിസിക്സോ BSc കെമിസ്ട്രി ആയിരിക്കട്ടെ, നിങ്ങളുടെ ടോട്ടൽ മാർക്ക് 40% കൂടുതൽ മാർക്കോട് കൂടിയാണ് നിങ്ങൾ പാസ് ആയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. അപ്പൊ എല്ലാവരും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്. ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായി പഠിച്ചാൽ റെയിൽവേയുടെ എക്സാമിനേഷന്റെ രീതികൾ നമുക്കറിയാം. ഇതൊരു CBT1 CBT2 എന്നിങ്ങനെ രണ്ട് എക്സാമുകൾക്ക് ശേഷം നടത്തുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിനേഷൻ എങ്ങനെ നിങ്ങൾ ക്രാക്ക് ചെയ്യണം, ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു ബേസ്, അതായത് CBT1 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എൻ്റർലി ഡിഫറൻ്റ് ആണ്. കുറെ അധികം ജനറൽ ടോപ്പിക്കുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പഠനം കൃത്യമായിട്ട് എൻഹാൻസ് ചെയ്യുന്നതിനും പഠനം കൃത്യമായ രീതിയിൽ കൊണ്ടുവന്നതിനും ഇനിയുള്ള ചുരുങ്ങിയ ദിവസങ്ങൾ കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്ത് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുന്നതിനുമായിട്ട് ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്ക് ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യാണ്. തികച്ചും സൗജന്യമാണ് ഈ വെബിനാർ. ഈ വെബിനാർ പങ്കെടുക്കുന്നതിനായിട്ടുള്ള ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുവഴി രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നമ്മൾ ഈ വെബിനാർ എന്നാണ് കണ്ടക്ട് ചെയ്യുന്നത് നോക്കാം. ഈ വരുന്ന ഒക്ടോബർ 22-ാം തീയതിയാണ് നമ്മൾ ഈ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. ഈ 22-ാം തീയതി വൈകിട്ട് 8 മണി മുതലാണ് നമ്മുടെ വെബിനാർ. ഈ വെബിനാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് നേരിട്ട് ചോദിച്ച് അധ്യാപകരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല ഈ വെബിനാർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ധാരാളം സംശയങ്ങളുണ്ട്. അതിലും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യുന്നതിനും ചോദ്യങ്ങൾ ചോദിച്ച് സംശയം ദൂരീകരിക്കുന്നതിനുള്ള അവസരം നമ്മൾ ഇതിൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വെബിനാറിൽ നേരിട്ട് തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കുക. കാരണം നേരിട്ട് പങ്കെടുക്കുമ്പോൾ നമുക്ക് ഓരോ വ്യക്തികൾക്കും ഓരോ ഇൻഡിവിജ്വലിനും ജനറേറ്റ് ചെയ്യപ്പെടുന്ന സംശയങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ആ സംശയങ്ങൾക്കൊക്കെ കൃത്യമായി ദൂരീകരിച്ചു പോകുന്ന രീതിയിൽ നമുക്ക് ഈ വെബിനാർ ചിട്ടപ്പെടുത്തി മുമ്പോട്ട് പോകാൻ കഴിയും. അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ വെബിനാർ ജോയിൻ ചെയ്യുക. ഒന്നുകൂടി പറയുകയാണ്, വെബിനാർ പങ്കെടുക്കുന്നതിനായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ നൽകിയിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വെബിനാർ പങ്കെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ മറക്കണ്ട, ഈ വെബിനാറിന്റെ തീയതി എന്ന് പറഞ്ഞാൽ 28 ഒക്ടോബർ വൈകുന്നേരം 8 മണിക്കാണ്. ഇനി പറയാനുള്ളത് നിങ്ങളുടെ പഠനത്തെ പറ്റിയാണ്. ഇനിയുള്ള ചുരുങ്ങിയ ദിവസങ്ങൾ, അതായത് റെയിൽവേ എക്സാമിനേഷന്റെ രീതി എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്ന് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ എക്സാമിനേഷനും CBT1 എക്സാമിനേഷൻ നടക്കുന്ന ഒരു പ്രവണതയാണ് പൊതുവെ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഈ ഒരു എക്സാമിനേഷൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ പഠനം കൃത്യമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം. അതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമി കൃത്യമായ ഒരു ടൈം ടേബിൾ ബേസ്ഡ് തന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇതിനായിട്ട് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് അടൂരിലെ ക്യാമ്പസിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അതും ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് റെയിൽവേയിലെ ഒരു ജോലി എന്നത് നമുക്ക് നേടിയെടുക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.